Hi students, welcome to LMthing. നമ്മളെന്ന 9ാം ക്ലാസ്സിലെ മൂന്നാമത്തെ യൂണിറ്റ് ആയ പാരലൽ ലൈൻ സമാന്തര വരകൾ എന്ന പാഠഭാഗത്തിലെ ട്രയാങ്കിൾ ഡിവിഷനെ കുറിച്ചാണ് പഠിക്കുന്നത്. നമുക്ക് ഒരു ത്രികോണം കാണാം, ഒരു ട്രയാങ്കിൾ കാണാം. ആ ട്രയാങ്കിളിന്റെ ഒരു വശത്തിന് സമാന്തരമായി ഒരു സമാന്തര വര വരച്ചിരിക്കുന്നു. A parallel line is drawn parallel to one side of this triangle, this line only, and parallel to this line, this base line is drawn. Okay, now we have two parallel lines. These two are parallel lines. One more parallel line is going to draw through this vertex. ഈ vertexil കൂടി ഞാൻ ഒരു സമാന്തര വര കൂടി വരയ്ക്കുന്നു. ഓക്കെ, ഒരു സമാന്തര വര കൂടി ഞാൻ വരച്ചു. അപ്പൊ നമുക്ക് എത്ര വരയായി? 3 വരയായി അല്ലേ? 3. We have 3 parallel lines. എന്താണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്? 3 or more parallel lines cut any 2 other lines in the same ratio അല്ലേ? അപ്പോൾ നമുക്കിവിടെ 3 parallel line ആണുള്ളത്. In any triangle, a line parallel to one side cuts the other 2 sides in the same ratio. ഞാനിപ്പോൾ ഇതിന് പേര് കൊടുക്കുകയാണ്. ഇതിന് എ ട്രയാങ്കിളിന് എ ബി സി എന്നും ഈ പാരലലിന് പി ക്യു എന്നും പേര് കൊടുത്താൽ എ പി ബൈ പി ബി ഈക്വൽസ് എ ക്യു ബൈ ക്യു സി ആയിരിക്കും. ഇൻ എനി ട്രയാങ്കിൾ ഇൻ ലൈൻ പാരലൽ ടു വൺ ഓഫ് ദ സൈഡ്സ് കട്ട്സ് ദ അതർ 2 sides. ഒരു വശത്തിന് സമാന്തരമായ വര മറ്റു 2 വശങ്ങളെയും ഒരേ അംശബന്ധത്തിൽ കണ്ണിക്കുന്നു. എന്താണ് ആ പ്രോപ്പർട്ടി? എന്താണ്? ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടിയാണ്, പഠിച്ച് വയ്ക്കേണ്ട കാര്യമുണ്ട്, ഓർത്തിരിക്കണം. എന്താണ്? ഇൻ എനി ട്രയാങ്കിൾ, ഇതൊക്കെ എക്സസൈസ് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ ആവശ്യമാണ്. ഇൻ എനി ട്രയാങ്കിൾ എ ലൈൻ പാരലൽ ടു, ഒരു വശത്തിന് സമാന്തരമായി, പാരലൽ ടു one of the sides cuts the other 2 sides in the same ratio. അതായത് ഇപ്പൊ നമ്മളെ പേര് കൊടുത്ത സ്ഥിതിക്ക് നമുക്ക് റേഷ്യോ എങ്ങനെ കിട്ടും? എ പി ബൈ പി ബി, ഇവിടെ എഴുതാം, എ പി ബൈ പി ബി ഈക്വൽസ് എ ക്യു ബൈ ക്യു സി എന്ന് കിട്ടും. ഈ ലെങ്ത് ബൈ ഈ ലെങ്ത് ഈക്വൽ ടു ദിസ് ലെങ്ത് ബൈ ദിസ് ലെങ്ത്. അതാണ്. ഇപ്പം സമാന്തര വര ഇങ്ങനെ മാത്രമേ വരയ്ക്കാൻ പാടുള്ളൂ? ഇല്ല, മറ്റു 2 വശങ്ങൾക്കും സമാന്തരമായിട്ട് നമുക്ക് സമാന്തര വരകൾ വരയ്ക്കാൻ കഴിയും. അതുകൂടി ഞാൻ കാണിച്ചു തരാം. ഇവിടെ നോക്കിക്കേ, ഈ വശത്തിന് സമാന്തരമായിട്ട് നമുക്ക് ഇങ്ങനെ വരയ്ക്കാം. മനസ്സിലായോ? അപ്പം ദിസ് ബൈ ദിസ് ഈക്വൽ ടു ദിസ് ബൈ ദിസ്. അപ്പൊ ഇവിടെ എ ബി സി പിന്നെ പി ക്യു എന്ന് പേര് കൊടുത്താൽ ഇതല്ലേ എൻഡ്. അപ്പം സി പി ബൈ പി എ ഈക്വൽ ടു ഇത് കിട്ടും സി ക്യു. സി പി എന്ന് തുടങ്ങിയോണ്ട് അടുത്ത സി ക്യൂല് വേണം തുടങ്ങാൻ. സി ക്യു ബൈ ക്യു ബി ഇങ്ങനെ കിട്ടും. ഇനി വേറൊരു രീതിയിൽ, മൂന്നാമത്തെ രീതി, ഈ രീതിയിൽ നമുക്ക് സമാന്തര വര വരയ്ക്കാൻ പറ്റും. എ സിക്ക് സമാന്തരമായിട്ട് പി ക്യു വരച്ചിരിക്കുന്നു. ഇവിടെ വരുന്ന റേഷ്യോ എന്താ? ബി പി ബൈ പി എ. ബി പി ബൈ പി എ ഈക്വൽസ് ബി ക്യു ബൈ ക്യു സി. അപ്പൊ 3 വശത്തിന് സമാന്തരമായിട്ട് സമാന്തര വര നമുക്ക് വരയ്ക്കാൻ കിട്ടും. അപ്പൊ ഇവിടെ റേഷ്യോയില് ഏതെങ്കിലും 3 എണ്ണം അറിയാമെങ്കിൽ, 3 ലെങ്ത് അറിയാമെങ്കിൽ 4ാമത്തെ ലെങ്ത് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും. അങ്ങനെ ഒരു എക്സാമ്പിളോടെ നമുക്ക് ചെയ്യാം. അപ്പം ചിത്രത്തില് നമുക്ക് ഈ ലെങ്ത് തന്നിട്ടുണ്ട്. നമുക്ക് ഇതിന് പേര് കൊടുക്കാം. എ ബി സി, ഇവിടെ പി, ഇതിന് ക്യു എന്ന് കൊടുക്കാം. അപ്പൊ എന്തൊക്കെ തന്നിട്ടുണ്ട്? എ പി ഈക്വൽസ്
2 സെന്റിമീറ്റർ. പിന്നെ മൊത്തം നീളം തന്നിട്ടുണ്ട്. എ ബി ഈക്വൽസ് 6 സെന്റിമീറ്റർ, ബി സി ഈക്വൽസ് 7 സെന്റിമീറ്റർ, എ സി ഈക്വൽസ് 4.5 സെന്റിമീറ്റർ. അപ്പൊ എ പിയുടെ നീളം അറിയാമെങ്കിൽ നമുക്ക് പി ബിയുടെ കണ്ടുപിടിച്ചൂടെ? പി ബി കണ്ടുപിടിക്കാം. പി ബി ഈക്വൽസ് എ ബി മൈനസ് എ പി. അപ്പൊ 6 മൈനസ് 2 ഈക്വൽസ് 4 എന്ന് കിട്ടും. അപ്പൊ ഈ ലെങ്ത് എത്ര കിട്ടും? ഈ ലെങ്ത് നമുക്ക് 4 സെന്റിമീറ്റർ എന്ന് കിട്ടും. അപ്പൊ ഇവിടെ റേഷ്യോ എത്ര? എ പി ഈസ് ടു പി ബി എന്തായിട്ട് വരും? 2:4. അതിനെ ചെറുതാക്കുമ്പോൾ 1:2 എന്ന് കിട്ടും. ഈ സൈഡ് 1:2 ആണെങ്കിൽ ഈ സൈഡും 1:2 ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് കണ്ടുപിടിക്കാം. അപ്പുറത്തെ സൈഡ് കണ്ടുപിടിക്കാം. എ പി, അപ്പൊ എ ക്യൂവിന്റെ നീളം എന്ന് പറയുന്നത്, അപ്പൊ 1:2 എന്ന് പറയുമ്പോൾ 2, 1, 3, 4.5 ചെറിയാണ് 3/1 ഭാഗം. 4.5 3/1 അപ്പൊ ഇത് നമുക്ക് കട്ട് ചെയ്യുമ്പോൾ 1.5 എന്ന് കിട്ടും. അപ്പൊ എ ക്യു ഈക്വൽസ് 1.5 സെന്റിമീറ്റർ. ഇത് 1.5 എന്ന് കിട്ടും. ഈ ലെങ്ത് 1.5. അപ്പൊ അങ്ങനെയാണ് ഈ ലെങ്ത് എത്രയായി? 4.5 1.5 കുറച്ചാൽ മതി. അല്ലെങ്കിൽ ഇതിന്റെ ട്വൈസ് 3 സെന്റിമീറ്റർ എന്ന് കിട്ടും. അല്ലെങ്കിൽ ഈ രീതിയിൽ നമുക്ക് കാണാം. ക്യു സി ഈക്വൽസ് 4.5 ഇൻറ്റു 2/3. ഇത് കട്ട് ചെയ്യുമ്പോൾ 1.5 എന്ന് കിട്ടും. 1.5 ഇൻറ്റു 2 ഈസ് 3 എന്ന് കിട്ടും. ഈക്വൽസ് 3 സെന്റിമീറ്റർ. നോക്കേ, ഇത് രണ്ടിന്റെ റേഷ്യോ 1.5:3 3 ഈക്വൽസ് 1:2. അപ്പൊ ഇവിടെയും നമുക്കൊരു പ്രോപ്പർട്ടി. അപ്പൊ നമുക്ക് ഇവിടെ ഒരു പ്രോപ്പർട്ടി ഉണ്ട്. ഇൻ എനി ട്രയാങ്കിൾ എ ലൈൻ പാരലൽ ടു വൺ സൈഡ്. ഈ ലൈൻ ഈ സൈഡിന് പാരലാണ്. കട്ട്സ് ദ 2 sides in the same part, the same ratio. അതാണ് into the same parts. മനസ്സിലായല്ലോ? ഇൻ എനി ട്രയാങ്കിൾ, ഒന്നുകൂടെ ചിത്രം വരയ്ക്കാം. In any triangle, a line parallel to one side cuts the other 2 sides. അതായത് ഈ 2 സൈഡിനെയും എന്താണ് into the same parts. അതായത് നമുക്ക് നേരത്തെ ചോദ്യത്തിൽ 2ഉം 4ഉം ആയിരുന്നു. ഇതിപ്പോ 1.5ഉം 3ഉം കിട്ടി ഇപ്പുറത്ത്. അപ്പൊ 2ന്റെ ഡബിൾ ആണ് 4. അതായത് ഇത് 1, ഇത് 2, ഇതിന്റെ ഇരട്ടി. ഇത് 1, ഇത് 2, ഇതിന്റെ ഇരട്ടി. അതാണ് ഈ പറയുന്നത്. ഈ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഏതെങ്കിലും 3 റിസൾട്ട് 3 വാല്യൂ അറിയാമെങ്കിൽ നമുക്ക് 4ാമത്തെ വാല്യൂ കണ്ടുപിടിക്കാൻ കഴിയും. അപ്പൊ ഇവിടെ ഇതിന് പി എന്നും ക്യൂ എന്നും കൊടുക്കുകയാണെങ്കിൽ, എ എന്നും ബി എന്നും കൊടുക്കുകയാണെങ്കിൽ P/Q, ഞാൻ നേരത്തെ കൊടുത്ത അതേ പേര് ആദ്യം കൊടുക്കാം. ABC, ഇവിടെ P, ഇവിടെ Q. അപ്പൊ AP/PB ഈക്വൽസ് AQ/QC. ഇപ്പം എ എന്നും ബി എന്നും ഒക്കെ പേര് കൊടുക്കുകയാണെങ്കിൽ A/B ഈക്വൽസ്, ഇതിന് സിയും ഡിയും കൊടുക്കുകയാണെങ്കിൽ C/D എന്ന് കിട്ടും. അല്ലെങ്കിൽ നേരത്തത് അതേ ചിത്രം തന്നെയാണ് വരച്ചിരിക്കുന്നത്. ഇവിടെ നോക്കിക്കേ, ഇവിടെ നമുക്ക് റേഷ്യോ എന്തായിരുന്നു? 2:4. അപ്പുറത്തെ സൈഡോ 1.5:3. ഈ 2 റേഷ്യോ ഈക്വൽ അല്ലെ? 2/4 ഈക്വൽസ് 1.5/3. ഇതിനെ 2 കൊണ്ട് മുകളിലും താഴെയും ഡിവൈഡ് ചെയ്താണ് 1/2 എന്ന് കിട്ടും. ഇത് 1.5 കൊണ്ട് മുകളിലും താഴെയും ഡിവൈഡ് ചെയ്യുമ്പോൾ 1/2 എന്ന് കിട്ടും. ബോത്ത് ദ റേഷ്യോസ് ആർ ഈക്വൽസ്. ദേ ആർ ഇൻ ദ റേഷ്യോ 1:2. ദേ ആർ ഇൻ പ്രൊപ്പോർഷൻ. അപ്പോൾ റേഷ്യോ ഈക്വൽ ആണെങ്കിൽ ഈ ലൈനിന് പാരലൽ ആയിരിക്കും. ഇൻ എനി ട്രയാങ്കിൾ ലൈൻ ഡിവൈഡിങ് 2 sides, ഈ 2 സൈഡിനെയും ഒരേ റേഷ്യോയിലാണ് ഗണിക്കുന്നതെങ്കിൽ, ഡിവൈഡ് ചെയ്യുന്നതെങ്കിൽ ഈ ലൈൻ 3ാമത്തെ ലൈനിന് പാരലൽ ആയിരിക്കും. മനസ്സിലായോ? ഇതാണ് ഈ 2 സൈഡും. ഈ 2 സൈഡ് ഇവിടെ ഒരു ലൈൻ പാരലായിട്ട് പോകുന്നുണ്ട്. അത് പാരലൽ ആണോ ഇല്ലയോ എന്നുള്ളതിന്റെ റീസൺ ആണ് പറയുന്നത്. ഇത് പാരലൽ ആകണമെങ്കിൽ ഈ രണ്ട് സൈഡിന്റെ റേഷ്യോ എന്തായിരിക്കണം? ഈക്വൽ ആയി. ഈ 2 സൈഡിന്റെ റേഷ്യോ ഈക്വൽ ആണെങ്കിൽ ഈ ലൈനിന് ഈ സൈഡിന് പാരലൽ ആയിരിക്കും.
ഇൻ എനി ട്രയാങ്കിൾ ലൈൻ ഡിവൈഡിങ് ടു സൈഡ്സ്, ഈ രണ്ട് സൈഡിനെയും ഒരേ റേഷ്യോയിലാണ് ഡിവൈഡ് ചെയ്യുന്നതെങ്കിൽ എന്താണ്? ദിസ് ലൈൻ ഈസ് പാരലൽ ടു തേർഡ് സൈഡ്. ഈ ലൈൻ, ഈ വര എന്ന് പറയുന്ന മൂന്നാമത്തെ വശത്തിന് എന്താണ്? സമാന്തരമാണ്. പേജ് 50 ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്, എക്സസൈസ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇതാണ് ചിത്രം. ദ ഗ്രീൻ ലൈൻ ഈസ് പാരലൽ ടു റൈറ്റ് സൈഡ് ഓഫ് ദ ബ്ലൂ ലൈൻ. ഈ ലൈൻ, ഇതിന് ഈ ട്രയാങ്കിള് ഈ ലൈൻ പാരലൽ ആയിട്ടാണ് വരച്ചിരിക്കുന്നത്. കാൽക്കുലേറ്റ് ദ ലെങ്ത് ഓഫ് ദ പീസസ് ഇൻ ടു വിച്ച് ദിസ് ലൈൻ കട്ട്സ് ദ ലെഫ്റ്റ് സൈഡ്. അപ്പോൾ ഇവിടെ 3 സെന്റിമീറ്റർ ഒന്ന്, ഇവിടെ 5 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. നമുക്ക് ഈ രണ്ട് പീസുമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം പേര് തന്നെ കൊടുക്കാം. ABC, ഇവിടെ D എന്നും ഇവിടെ പുറത്ത് തന്നെ എഴുതാം. ഇവിടെ E എന്നും പേര് കൊടുക്കാം. D. മൊത്തം നീളം 6 സെന്റിമീറ്റർ. മൊത്തം നീളമാണ് 6 സെന്റിമീറ്റർ വന്നിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ റേഷ്യോ ഇപ്പം പാരലൽ ആയതുകൊണ്ട് എന്താണ്? ഡിവൈഡ്സ് ഇൻ ദ സെയിം റേഷ്യോ. AE by EB ഈക്വൽ ടു AD by DC. ഇതുകൊണ്ടാണ് D ഈസ് പാരലൽ ടു BC. ഈ ലൈൻ ഇതിന് സമാന്തരമായതുകൊണ്ട്. ഇനി നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ADയുടെ ലെങ്തും DCയുടെ ലെങ്തും കണ്ടുപിടിക്കണം. അപ്പൊ AE ഈസ് ടു EBയുടെ റേഷ്യോ, AE ഈസ് ടു EB എന്ന് പറയുന്നത് എത്രയാ? 3:5. അപ്പൊ മൊത്തം നീളത്തിന്റെ 3:5 എന്ന് പറയുമ്പോൾ 3 + 5 8. അപ്പൊ ഇത് എങ്ങനെയാ കണ്ടുപിടിക്കും? AC ഈക്വൽസ് 6 സെന്റിമീറ്റർ. അപ്പൊ AD എന്ന് പറയുന്ന ഭാഗം ഇവിടെ 3 ആണെങ്കിൽ അതേ റേഷ്യോ തന്നെ ആയിരിക്കും ഇവിടെയും വരുന്നത് അല്ലേ? 3:5 തന്നെ ആയിരിക്കും. അപ്പം 6 സെന്റിമീറ്ററിന്റെ 8/3 ഭാഗം എത്ര? കട്ട് ചെയ്യുമ്പം 18/8. ചെറുതാക്കുമ്പോൾ 9/4 എന്ന് കിട്ടും. ഓക്കെ, ഇതിന് നമുക്ക് ഡെസിമൽ ആയിട്ട് വേണമെങ്കിൽ എഴുതാം. എത്ര? 2.5 സെന്റിമീറ്റർ എന്ന് കിട്ടും അല്ലേ? അടുത്തത് DC ഈക്വൽ 6 × 5/8, 30/8, 15/4. എത്ര കിട്ടും? 15 divided by 4. 4 3s 12, 3 30, 7 4s 28, 25. അപ്പൊ നമുക്ക് ഇത് 2.5 അല്ലല്ലേ, 2.25 കിട്ടും. ഓക്കെ, 2.25 സെന്റിമീറ്റർ. ഇത് എത്ര കിട്ടും? 3.75 സെന്റിമീറ്റർ. അപ്പൊ ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ എത്ര വരും? 6 വരും അല്ലേ? അപ്പം നമുക്ക് അതുകൊണ്ട് ആൻസർ എഴുതാം. AD ഈക്വൽസ് 2.25 സെന്റിമീറ്റർ ആൻഡ് DC ഈക്വൽസ് 3.75 സെന്റിമീറ്റർ. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, എക്സാമിനേഷന് വരുന്ന ചോദ്യമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് വൈൻഡപ്പ് ചെയ്യാണ്. കുറേ എക്സസൈസ് ക്വസ്റ്റ്യൻസ് 4 ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഒന്ന് ചെയ്ത് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസുമായിട്ട് അടുത്ത ക്ലാസ്സിൽ വരുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ. ഓക്കെ.